ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു തത്തയുടെയും ഒരു ചിന്നു എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെയും ഒരു കഥയാണ്. അതായത് അഹങ്കാരം നല്ലതല്ല. ഓക്കെ. ചിന്നു എന്ന പെൺകുട്ടിക്ക് പക്ഷികളെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ ധാരാളം പക്ഷികളെ വളർത്തിയിരുന്നു. പക്ഷേ അതിലെ കുറേ പക്ഷികൾ ഉണ്ടെങ്കിലും ചിന്നുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് മിന്നുത്തത്തയോടായിരുന്നു. മിന്നുത്തത്ത കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവളുടെ കൊഞ്ചൽ എത്ര കേട്ടാലും ചിന്നുവിന് മതി വരില്ല, ചിന്നു പെണ്ണിന് മതി വരില്ല. അങ്ങനെ മിന്നുത്തത്തയുടെ കൊഞ്ചൽ കേൾക്കാനായി അവൾ എന്നും രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ കൂടെ കുറേ സമയം ചിലവഴിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മിന്നുത്തത്തയ്ക്ക് വലിയ അഹങ്കാരമാണ്. അവൾ മറ്റു പക്ഷികളോടൊന്നും കൂട്ടുകൂടാറില്ല, അവരെ ഒന്നും നോക്കുക പോലുമില്ല. തൻ്റെ പച്ചക്കുപ്പായും പവിഴച്ചുണ്ടും കളുങ്കുമണികൾ തോൽക്കുന്ന കണ്ണുകളും തനിക്കല്ലാതെ മറ്റാർക്കുമില്ലെന്ന് അവൾക്കറിയാം. തൻ്റെ സൗന്ദര്യത്തിൽ അവൾ അങ്ങനെ മതിമറന്നു. മറ്റു പക്ഷികളെ അവൾ അവജ്ഞയോടെയാണ് കണ്ടിരുന്നത്. തരം കിട്ടുമ്പോഴൊക്കെ അവരോട് കൊത്തിപ്പറിക്കും, അവരെ കളിയാക്കും, അവരെ തൻ്റെ കൂട്ടിൻ്റെ 7 അകലത്ത് പോലും പഠിപ്പിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മിന്നുത്തത്ത ഇല്ലാതിരുന്ന സമയത്ത് ഒരു പാമ്പ് അവിടെ എത്തി. പാമ്പിനെ കണ്ട പക്ഷികൾ ബഹളം വെച്ച് പേടിച്ചരണ്ട പാമ്പ് മിന്നുത്തത്തയുടെ കൂട്ടിൽ കയറി ഒളിച്ചു. മിന്നുത്തത്ത എത്തിയപ്പോൾ പക്ഷികളെല്ലാം അപകടം അറിയിക്കാനായി അവളുടെ അടുത്തെത്തി. പക്ഷെ അവൾ അവരെ എല്ലാം ആട്ടി ഓടിച്ചു. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് പോലും കേൾക്കാൻ നിന്നില്ല മിന്നുത്തത്ത. അഹങ്കാരം മൂത്ത അവൾ എല്ലാരെയും ആട്ടി ഓടിച്ചു. പെട്ടെന്ന് പാമ്പ് അവളെ ചുറ്റി വരിഞ്ഞു. പക്ഷേ പക്ഷികൾ ഓടിയെത്തി പാമ്പിനെ ആക്രമിച്ചു. അങ്ങനെ ഗത്യന്തരമില്ലാതെ പാമ്പ് പോയി, അഴഞ്ഞുപോയി. പക്ഷേ വീട്ടുകാരെത്തി അങ്ങനെ ആ പാമ്പിനെ തല്ലിക്കൊന്നു. ചിന്നുപെണ്ണ് അങ്ങനെ ഉറങ്ങാതെയും ഉണ്ണാതെയും കാവലിരുന്നും അങ്ങനെ മിന്നുത്തത്തയെ നല്ല രീതിയിൽ നോക്കിയെടുത്തു. അങ്ങനെ മിന്നുത്തത്ത അതിൽ നിന്ന് അഭിമാനം തോന്നി അങ്ങനെ മിന്നുത്തത്ത രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അവൾ അങ്ങനെ സുഖം പ്രാപിച്ചു വന്നു. അങ്ങനെ പൂർണ്ണ ആരോഗ്യവതിയായി അവൾ വീണ്ടും തുള്ളിച്ചാടാൻ തുടങ്ങി സന്തോഷവതിയായി. പക്ഷേ അപ്പോഴേക്കും അവളുടെ ശബ്ദം നഷ്ടമായിരുന്നു. അവൾക്ക് പഴയതുപോലെ കൊഞ്ചിക്കുഴയാനായില്ല, പാട്ടുപാടാനായില്ല. തത്തയുടെ കൊഞ്ചൽ നഷ്ടമായപ്പോൾ പെണ്ണ് അവളെ ശ്രദ്ധിക്കാതെയായി. അതോടെ തത്തയുടെ അഹങ്കാരം ക്ഷമിച്ചു. അന്നു മുതൽ അവൾ എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങി. താങ്ക് യു.